ഒഡീഷ പോലീസ് തച്ചുടച്ച മലയാളിയുടെ ലഹരി സാമ്രാജ്യത്തിന്റെ വാർത്തയിലേക്ക്. മലയാളി കഞ്ചാവ് സിൻഡിക്കേറ്റ് തകർത്ത ഒഡീഷ പോലീസ്. തിരുവനന്തപുരം സ്വദേശി അലൻ രാജും സംഘവുമാണ് പിടിയിലായത്. 300 കോടിയുടെ കഞ്ചാവ് ഹെറോയിൻ ഉൽപ്പന്നങ്ങളും സംഘത്തിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. വനത്തിന്റെ ഒത്ത നടുക്ക് വലിയ സൗകര്യങ്ങളുടെ ലാബ് അടക്കം നിർമ്മിച്ചായിരുന്നു ഈ ലഹരി മാഫിയ സിൻഡിക്കേറ്റ് പ്രവർത്തനം. ഫെബ്രുവരി അവസാനവും മാർച്ച് ആദ്യവുമായി നടത്തിയ പരിശോധനകളിലൂടെയും അറസ്റ്റുകളിലൂടെയുമാണ് വൻ കഞ്ചാവ് സിൻഡിക്കേറ്റിനെ ഒഡീഷ പോലീസ് തകർത്തത്. മലയാളി നയിക്കുന്ന സംഘത്തിൽ നിന്നും തിരുവനന്തപുരം സ്വദേശി അലൻ ജയരാജ് ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. പിടിയിലായവരിൽ അലനെ കൂടാതെ 3 മലയാളികളും 2 ഒഡീഷ സ്വദേശികളുമുണ്ട്. ഇതിൽ അലൻ സംസ്ഥാന പോലീസിന്റെയും എക്സൈസിന്റെയും പിടികിട്ടാപ്പുള്ളിയാണ്. ഒഡീഷയിലെ വനമേഖലയിലാണ് അലന്റെ നേതൃത്വത്തിലുള്ള കഞ്ചാവ് സിൻഡിക്കേറ്റ് പ്രവർത്തിച്ചിരുന്നത്. ഹെറോയിൻ ഉൽപാദനമടക്കം ഇവിടെ നടന്നിരുന്നതായും ഇവ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയിരുന്നതായും ഒഡീഷ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പിന്നാലെ ഈ വനത്തിനുള്ളിൽ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയ പോലീസ് ജലാശയത്താൽ ചുറ്റപ്പെട്ട വനമേഖലയിൽ സാഹസികമായാണ് എത്തിയത്. വനത്തിനുള്ളിൽ ഒരു ലാബ് ക്രമീകരിച്ചാണ് കഞ്ചാവ് മാറ്റി ഹാഷിഷ് ഓയിലായി വേർതിരിച്ചിരുന്നത്. ഇവ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കടത്തുകയായിരുന്നു സംഘത്തിന്റെ രീതി. വർഷങ്ങൾക്ക് മുമ്പാണ് അലൻ ആന്ധ്ര ഒഡീഷ മേഖലയിൽ തമ്പടിച്ചത്. കൊലക്കേസിലടക്കം അറസ്റ്റിലായതിനു പിന്നാലെ ഇയാളുടെ പ്രവർത്തനം ബംഗളൂരു കേന്ദ്രീകരിച്ചായിരുന്നു. നക്സൽ സംഘത്തിന്റെ പിന്തുണ കുറഞ്ഞതോടെ ഒഡീഷ വനത്തിലേക്ക് മാറി. കേരളത്തിലേക്ക് കിലോ കണക്കിന് കഞ്ചാവ് കടത്തിവിട്ടിരുന്ന ഇവരിൽ നിന്നും 300 കോടിയുടെ കഞ്ചാവ് ഹെറോയിൻ ഉൽപ്പന്നങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. കേസ് വിവരങ്ങൾ തേടി ഒഡീഷയിൽ നിന്നും ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.